ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ അവക്കാഡോ വെച്ചിട്ടൊരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മയനീസിന് പകരം ഞാൻ അവക്കാഡോയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു വെക്കുക. അപ്പോൾ കുറച്ച് അവക്കാഡോ ഞാനൊരു പാത്രത്തിൽ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഞാനൊരു മിക്സിൻ്റെ ജാറിൽ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ച് കൊണ്ടുവരാം, ഒന്ന് ക്രഷ് ചെയ്തിട്ട്. അതിനു മുമ്പ് ഞാൻ 2 ക്യാരറ്റ്, കാബേജ് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക്, 1 സ്പൂണ് കുരുമുളക്, നമുക്ക് എത്ര എരിവ് വേണ്ടിച്ചാൽ അത്ര കുരുമുളക്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്, നല്ല പീസ് നോക്കിയിട്ട് ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി കൊണ്ടുവന്നിട്ട് ഇതിലോട്ടിട്ട് കൊടുക്കുകയാണ്. ഞാൻ അവക്കാഡോ അടിച്ച് ആ മിക്സിയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതും നമ്മൾ ഈ മിക്സിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം കൂട്ടൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഞാനൊരു കുറച്ചും കൂടി ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് ഹെൽത്തിന് നല്ലതാണ്. നമുക്ക് മയനീസിന് കുറേ എണ്ണ ഉപയോഗിക്കൊന്നും വേണ്ട. ഇനി ഞാൻ ബ്രെഡ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പാക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് ടോസ്റ്റർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മാവ്, നമ്മൾ എടുത്ത് വെച്ച മാവ് ഇതിൽ തേച്ചിട്ട് ടോസ്റ്ററിലിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ. ഞാനത് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല മൊരിഞ്ഞ് ആവുമൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. നെയ്യോ ബട്ടറോ എണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക. രാത്രി നമുക്ക് ഫുഡാക്കിയിട്ട് അങ്ങനെ കഴിക്കുക, രാവിലെ കഴിക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം ഞാനെല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ മാവ് അതിൽ തേച്ച്, അതിന് മുമ്പ് ഞാൻ കുറച്ച് അവക്കാഡോ ഒഴിച്ചെടുത്ത് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ആദ്യം തേച്ചെടുക്കുന്നത്. എന്നിട്ടാണ് ഈ നമ്മൾ മാവ് തേച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ മറ്റൊരു വിധത്തിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളിതിൻ്റെ മസാല മാത്രം ബ്രെഡിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അത് കഴിക്കണം കേട്ടോ. ഇതാവും ഒന്നും കൂടി എളുപ്പം കേട്ടോ. നമുക്ക് കഴിക്കാൻ രണ്ടും നല്ല ടേസ്റ്റാണ്, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മയനീസൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. ഇപ്പോഴൊക്കെ നല്ല സുലഭമായിട്ട് കിട്ടുന്നതാണ് ബട്ടർ കേട്ടോ, അവക്കാഡോ. അപ്പോൾ ഞാൻ അവക്കാഡോൻ്റെ ജ്യൂസും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.